കർത്താവ് നമ്മളോട് കാണിക്കുന്ന സ്നേഹവും കരുണയും വാഗ്ദാനങ്ങളും എല്ലാം തലമുറകളോളം നിലനിൽക്കുമെന്നും എല്ലായിടത്തും ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം നമ്മൾ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നും ബോധ്യപ്പെടുത്തി തരുന്ന നല്ലൊരു വചനഭാഗമാണ് 105-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ തൻ്റെ ദാസനായ അബ്രാഹത്തിന് കൊടുക്കുന്ന ഉടമ്പടി പ്രകാരമുള്ള വാഗ്ദാനങ്ങളും യാക്കോബിന് നൽകുന്ന വാഗ്ദാനങ്ങളും ദൈവം നിറവേറ്റി കൊടുക്കുന്ന വചനഭാഗങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. 37-ാമത്തെ വചനം മുതൽ 45-ാമത്തെ വാക്യങ്ങൾ വരെ വചനം ഇങ്ങനെ പറയുന്നു. അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ച് നയിച്ചു. അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല. അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്റ്റ് സന്തോഷിച്ചു. എന്തെന്നാൽ അവരെപ്പറ്റിയുള്ള ഭീതി അതിൻ്റെ മേൽ നിവധിച്ചിരുന്നു. അവിടുന്ന് അവർക്ക് തണലിന് വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു. രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു. അവർ ചോദിച്ചു, അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു. അവർക്ക് വേണ്ടി ആകാശത്തു നിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു. അവിടുന്ന് പാറ തുറന്നു, വെള്ളം പൊട്ടിയൊഴുകി. അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു. അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോടെ നയിച്ചു. അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ കൈയടക്കി. അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ആമേൻ.